സാറേ, തെരഞ്ഞെടുപ്പ് ഏതാണ്ട് ഫോട്ടോ ഫിനിഷിലേക്ക് എത്തുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. നമ്മൾ വളരെ ശക്തമായ മത്സരം നടക്കുന്ന ഒരു നിയോജക മണ്ഡലമാണ് പാലക്കാട്. ബി ജെ പിയുടെ ഫയർ ബ്രാഞ്ച് ലീഡർ ശോഭാ സുരേന്ദ്രനാണ് അവിടെ മത്സരിക്കുന്നത്. മത്സരിച്ചിടത്തെല്ലാം വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചിട്ടുള്ള കേരളത്തിലെ ഒരുപക്ഷെ ഏറ്റവും അപൂർവമായ പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കന്മാരിൽ ഒരാളാണ്. എതിരായിട്ട് മത്സരിക്കുന്നത് കോൺഗ്രസിൻ്റെ രമേശ് പിഷാരടിയാണ്. കുടുംബ സദസ്സുകളിലൊക്കെ ടി വിയുടെ മുന്നിലാണല്ലോ നമ്മുടെ വൈകിട്ട് സായാഹ്നങ്ങളൊക്കെ. അപ്പോൾ അമ്മമാർക്കുമൊക്കെ വളരെ പ്രിയപ്പെട്ട ഒരാളാണ് രമേശ് പിഷാരടി. രാഷ്ട്രീയക്കാരനാണെങ്കിലും വളരെ മിതത്വം സംസാരത്തിലൊക്കെ പാലിക്കുന്ന ഒരാളാണ്. പക്ഷെ അദ്ദേഹത്തിന് രാഷ്ട്രീയമായ പരിചയക്കുറവുണ്ട്, രാഷ്ട്രീയ പ്രവർത്തകനാണെങ്കിലും. പിന്നെ NMR റസാഖ് എന്ന് ഉള്ള ഒരാളാണ് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി. അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ എനിക്കൊന്നും അറിയില്ല. അദ്ദേഹം ഒരു വ്യവസായിയാണ്, ഹോട്ടൽ ബിസിനസ്സാണെന്നുള്ളതിനപ്പുറം മറ്റൊന്നും എനിക്ക് പറയാനറിയില്ല. ഈ പാലക്കാട് തെരഞ്ഞെടുപ്പ് കേരളം മുഴുവൻ ഉറ്റുനോക്കുന്നൊരു തെരഞ്ഞെടുപ്പാണ്. ഇനി കുറച്ച് ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ തെരഞ്ഞെടുപ്പിന്. സാറ് ഈ പാലക്കാട് തെരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? പാലക്കാട് തെരഞ്ഞെടുപ്പിന് ഏറ്റവും പ്രധാനമായി വരുന്നത് ശോഭാ സുരേന്ദ്രൻ്റെ സ്ഥാനാർത്ഥിത്വം തന്നെയാണ്. ശോഭാ സുരേന്ദ്രൻ ആ മണ്ഡലത്തിൽ വന്നപ്പോഴാണ് ആദ്യമായിട്ട് 2016 40,000 വോട്ട് ഒരു BJP സ്ഥാനാർത്ഥിക്ക് കിട്ടുന്നത്. അതുവരെ കിട്ടിയതിനെ വെച്ച് ഏതാണ്ട് 10,000-ലധികം വോട്ടിൻ്റെ വ്യത്യാസത്തിൽ 40,076 വോട്ടോടുകൂടി അന്നവിടെ ഷാഫി പറമ്പലിൻ്റെ ഒപ്പം 2ാം സ്ഥാനത്ത് വന്നത് ശോഭാ സുരേന്ദ്രനായിരുന്നു. അന്ന് വളരെ ഞെട്ടിക്കുന്ന ഒരു കാര്യമായിരുന്നു 2016 BJP ഇങ്ങനെയുള്ളൊരു മണ്ഡലത്തിൽ ഇത്രയധികം വോട്ട് പിടിക്കുന്ന ഒരു കാര്യം. അതിനുശേഷമാണ് പിന്നീട് ഇത് പാലക്കാട് ഇങ്ങനെ BJPക്ക് വഴങ്ങുന്ന ഒരു മണ്ഡലമാണെന്ന് തോന്നി തുടങ്ങിയത്. അതിനുശേഷം 2021 സാക്ഷാൽ മെട്രോമാനെ തന്നെ നിർത്തി മത്സരിപ്പിച്ചെങ്കിലും അവിടെ അദ്ദേഹം 3,859 വോട്ടിന് പരാജയപ്പെടുകയാണ് ചെയ്തത്. വളരെ BJPക്ക് കിട്ടാവുന്നതിൻ്റെ മാക്സിമം വോട്ട് 53,000 വോട്ടിൻ്റെ വോട്ട് അദ്ദേഹം പിടിക്കുകയുണ്ടായി. ആ സന്ദർഭത്തിലും 3,000 വോട്ടിൻ്റെ വ്യത്യാസത്തിന് ഷാഫി പറമ്പിൽ വിജയിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അവിടെയാണ് ശോഭാ സുരേന്ദ്രന് വലിയൊരു കടമ്പ കടക്കാനുള്ളത്. ആ കടമ്പ എന്ന് പറയുന്നത് അവിടെ 2-3 പഞ്ചായത്തുകൾ, പ്രത്യേകിച്ച് ഈ പിരിയാഗിരി പോലുള്ള പഞ്ചായത്തുകളിലൊക്കെ മുസ്ലിം ഡോമിനൻസ് വളരെയധികം ഉള്ളതാണ്. അവർ വേറെ ഒന്നും നോക്കാറില്ല. നമ്മുടെ ആളാരാണ്, ഞമ്മൻ്റെ ആളാരാണ്, അത് മാത്രം നോക്കി വോട്ട് ചെയ്യുന്ന വിധത്തിലുള്ള ഒരു സമീപനമുള്ളവരുണ്ടെന്നാണ് പൊതുവെ പറയുന്നത്. ആ ചില മണ്ഡലങ്ങൾ ഒഴിച്ചാൽ ശോഭാ സുരേന്ദ്രന് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ. പ്രത്യേകിച്ച് രമേശ് പിഷാരടിക്ക് അവിടെ ഒരു സിനിമാ താരം എന്നുള്ളതിൻ്റെ, സിനിമാ നടൻ എന്നുള്ളതിൻ്റെയും ഈ കോമഡി സ്കിറ്റുകൾ അവതരിപ്പിക്കുന്ന ഒരാൾ എന്നുള്ളതിൻ്റെയും സദസ്സിനെ കയ്യിലെടുക്കാനുള്ള ഒരു കഴിവുണ്ടെന്നതിൽ കഴിഞ്ഞ് ഡീപ്പ് റൂട്ടഡായിട്ട് ഒരു മണ്ഡല തലത്തിൽ ഒരു പ്രവർത്തകനായി മാറാനുള്ള കഴിവ് അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളതാണ് പൊതുവെ വിലയിരുത്തുന്നത്. അപ്പോൾ അത് ശോഭാ സുരേന്ദ്രന് ഗുണകരമായി വരും. ശോഭാ സുരേന്ദ്രൻ തെരഞ്ഞെടുപ്പ് ഓളം സൃഷ്ടിക്കുന്നതിന് ഇത്രയും കഴിവുള്ള ഒരു സ്ത്രീ വേറെ BJPയിൽ നിന്നല്ല വേറെ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഇന്ന് കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ്. അവരെ അതുകൊണ്ട് തന്നെ പലപ്പോഴും കൊണ്ടിട്ടിരിക്കുന്ന ഏറ്റവും കടുത്ത മത്സരമുള്ള സ്ഥലങ്ങളിലാണ്. ഒരുപക്ഷേ അതുകൊണ്ടായിരിക്കും രമേശ് പിഷാരടിയെ തന്നെ അവിടെ കൊണ്ടിട്ടിരിക്കുന്നത്. കാരണം ആ പോപ്പുലാരിറ്റി എങ്കിലും വെച്ച് കുറച്ച് വോട്ട് പിടിക്കാൻ കഴിഞ്ഞ് ഇവരുമായിട്ട് പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്ന് നോക്കുന്നതിനും കൂടിയാണ് എന്നുള്ളതാണ് സത്യം. എന്തായാലും CPM ഇപ്പോൾ NMR റസാഖിനെ നിർത്തിയതോടുകൂടി ഞങ്ങൾ 3ാം സ്ഥാനത്തേക്ക് പോകാൻ തയ്യാറാണ് എന്നുള്ള രീതിയിലേക്കാണ് പോകുന്നതെന്ന് നമുക്ക് തോന്നുന്നുണ്ട്. പക്ഷെ അതിലും എത്രത്തോളം വോട്ട് ഇദ്ദേഹം റസാഖ് പിടിക്കും എന്നുള്ളത് കണ്ടറിയണം. അതും കൂടെ ഒരു നിർണായക ഘടകമാണ്. കാരണം പാലക്കാട് പോലത്തെ ഒരു മണ്ഡലത്തിൽ ത്രികോണ മത്സരത്തിന് സാധ്യതയുണ്ടെങ്കിൽ ആണ് BJPക്ക് ഒരു വൻ മുന്നേറ്റത്തിനുള്ള സാധ്യത. ശോഭാ സുരേന്ദ്രന് ഇപ്പോൾ കഴിഞ്ഞ തവണത്തെ 40,000 എന്ന് പറയുന്നത് ഇപ്പോൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് താഴോട്ട് പോവുകയാണ്. ഇത് കൃഷ്ണകുമാർ മത്സരിച്ചപ്പോൾ 19,000 വോട്ടിനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ നിന്ന് വിജയിച്ചത്. ഇതൊക്കെ നിൽക്കുന്നെങ്കിൽ പോലും ശോഭാ സുരേന്ദ്രന് എക്കാലത്തും പാലക്കാട് 2016 ശേഷം, ശരിക്കും പറഞ്ഞാൽ 2021 ശോഭാ സുരേന്ദ്രൻ മരണമെന്ന് അവിടെ വലിയ മുറവിളി ഉണ്ടായതാണ്. ആ സന്ദർഭങ്ങളിൽ അന്ന് പിന്നെ കേന്ദ്രം കൂടെ ഇടപെട്ട് മെട്രോമാനെ നിർത്തിയത് കൊണ്ടാണത് അങ്ങനെ പോയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്ന ഉപതെരഞ്ഞെടുപ്പിലും ഷാഫി പറമ്പിൽ
MP ആയി പോയപ്പോൾ നടന്ന ഉപതെരഞ്ഞെടുപ്പിലും ശോഭാ സുരേന്ദ്രൻ തന്നെ മത്സരിക്കാൻ വരണം എന്നുള്ളത് വളരെ നിർബന്ധമായിട്ട് പറഞ്ഞു. ഒരുപക്ഷെ ശോഭാ സുരേന്ദ്രനായിരുന്നു അന്ന് സ്ഥാനാർത്ഥിയെങ്കിൽ പിക്ചർ മാറി മറിഞ്ഞേനെ എന്ന് ഇപ്പോഴും വിശ്വസിക്കുന്ന ഒരുപാട് പേര് പാലക്കാടുണ്ട്. നിഷ്പക്ഷരായിട്ടുള്ള പലരും അങ്ങനെ അഭിപ്രായം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ തീർച്ചയായിട്ടും പാലക്കാടിലേക്ക് പിടിമുറുക്കാൻ കഴിവുള്ള ഒരു വ്യക്തി തന്നെയാണ്. പക്ഷേ ഈ ത്രികോണ മത്സരം എന്നുള്ളത് ഒരു ലൂസായി പോകുമോ എന്നുള്ളൊരു സംശയം അവിടെ നിലനിൽക്കുന്നുണ്ട്. സാർ, ഇപ്പോൾ എൻ്റെ ഒരു ചെറിയ പ്രശ്നം വെച്ചാലേ, ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ്റെ ട്രാക്ക് റെക്കോർഡ് നോക്കിയാൽ അവരുടെ ഒരു പ്രതിയോഗിയേ അല്ല രമേശ് പിഷാരടി. ഒരിക്കലുമല്ല. അദ്ദേഹം ഒരു സിനിമയിൽ കഥാപാത്രത്തിനെ അവതരിപ്പിച്ചിട്ടുണ്ട്, കോമഡി ഷോയിൽ പങ്കെടുക്കാറുണ്ട്. പക്ഷേ നിയോജകമണ്ഡലത്തിൻ്റെ പ്രശ്നം അതല്ലല്ലോ, അല്ല, കോമഡി അല്ലല്ലോ. കാരണം നിയോജകമണ്ഡലത്തിൻ്റെ പല സ്ഥലത്തെയും അവസ്ഥ ട്രാജഡിയാണ്, കോമഡി അല്ലത്. അപ്പോൾ ഇവിടെ ഉള്ളൊരു പ്രോബ്ലം, രമേശ് പിഷാരടി ഒരു കാൻഡിഡേറ്റ് എന്നുള്ള നിലയിൽ നോക്കുമ്പോൾ നമ്മൾ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു ഉറച്ച പൊളിറ്റിക്കൽ ലീഡറുടെ മുന്നിൽ കാര്യമായി ഒരു പ്രതിയോഗിയല്ല. പക്ഷെ പ്രശ്നം അതല്ല. ഇവിടെ ഇപ്പോഴേ ഈ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം വോട്ടുകൾ UDF അനുകൂലമായി ശക്തമായി കൺസോളിഡേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അത് ശോഭ വരുമ്പോൾ കുറച്ച് കൂടുകയും ചെയ്യും എന്നുള്ളതാണ്. സ്വാഭാവികമായും കൂടും. അങ്ങനെ വരുമ്പോൾ ഈ മുസ്ലിം വോട്ടുകൾ ഈ പറഞ്ഞ പോലെ മെട്രോമാൻ നിന്നപ്പോഴും ഇത് സംഭവിച്ചല്ലോ. മെട്രോമാൻ സംഭവിച്ചതാണ്. അദ്ദേഹം ലീഡ് ചെയ്ത് വന്നിട്ട് അവസാനം ഈ പിരാഗിരി പോലുള്ള പഞ്ചായത്തുകളുടെ വോട്ടുകൾ എണ്ണിയപ്പോഴാണ് ഒറ്റയടിക്ക് 5000 വരെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് തിരിച്ച് 1000-ആയി, 2000-ആയി, 3000 ചിലവാന വോട്ടിന് ഷാഫി ജയിക്കുന്ന അവസ്ഥ വന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അർത്ഥം എന്ന് പറഞ്ഞാൽ, അപ്പോൾ അവിടുത്തെ മുസ്ലിം പോപ്പുലേഷൻ വികസനത്തിന് പ്രാധാന്യം കൊടുക്കാതെ, കാരണം അവിടെ വികസനം വേണമെങ്കിൽ പൊളിറ്റിക്സ് അറിയാവുന്നൊരു സ്ഥാനാർത്ഥി വേണം. അപ്പോൾ ശോഭാ സുരേന്ദ്രന് പ്രതിയോഗിയായി നല്ലൊരു രാഷ്ട്രീയ നേതാവിനെ കോൺഗ്രസ് സജസ്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം. അങ്ങനെ ഒരാളിനെ ജയിപ്പിക്കുന്നതിനകത്തൊരർത്ഥമുണ്ട്. കാരണം ഇപ്പോൾ ജയിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം സിനിമയുമായിട്ടങ്ങ് പോവുകയുള്ളൂ. അവിടുത്തെ നിയോജകമണ്ഡലക്കാരന് പിന്നെ അദ്ദേഹത്തിനെ കാണണമെങ്കിൽ ടെലിവിഷനിലോ അല്ലെങ്കിൽ തിയേറ്ററിലോ പോയെങ്കിലേ കാണാൻ പറ്റുള്ളൂ. അല്ല, അദ്ദേഹത്തിന് നിന്ന് ജോലി ചെയ്യാൻ ഒക്കില്ല. അദ്ദേഹത്തിൻ്റെ വരുമാന മാർഗ്ഗം അതാണ്. അദ്ദേഹത്തിന് ആ ജോലിക്ക് പോയേ പറ്റുള്ളൂ. പക്ഷേ അത് പ്രശ്നമല്ല എന്ന് വിചാരിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റി ഒന്നിച്ച് നിന്ന് ഇദ്ദേഹത്തിന് പിഷാരടിക്ക് വോട്ട് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാകുമോ? അതാ സാറിന് ചോദിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അങ്ങനെ വന്നാൽ അതിനെ അതിജീവിക്കത്തക്ക വിധത്തിൽ ഹിന്ദു വോട്ടുകൾ കൺസോളിഡേറ്റ് ചെയ്യപ്പെട്ട് ശോഭാ സുരേന്ദ്രന് വന്നാൽ ശോഭാ സുരേന്ദ്രന് ജയിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും അതാണ് ഏറ്റവും വലിയൊരു അനുകൂല ഘടകം. അതായത് മുസ്ലിം വോട്ടുകൾ തീർച്ചയായിട്ടും പോളറൈസേഷൻ ഉണ്ടാകും. ആ പോളറൈസേഷൻ ഉണ്ടാകുമ്പോൾ CPM-ൻ്റെ സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന NMR റസാക്കിനും ആ ഒരു ആംഗിളിലേക്ക് വരേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ CPM-ന് അനുകൂലമായി നിൽക്കുന്ന പല ഹിന്ദു വോട്ടുകൾ പോലും ഇപ്പോൾ അവിടെ മാറി ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതിനേക്കാൾ വേറെ പ്രധാനപ്പെട്ടൊരു കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിന് കഴിഞ്ഞ തവണ അവിടെ പല ബ്രാഹ്മൺ കോളനികളിൽ പോലും അവർ സ്വീകരിച്ചത് സ്വന്തം മകനെ പോലെയാണ്. ആ സ്വീകരണം നടത്തി അവിടെ കൊണ്ടുവന്ന് പ്രദർശിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വന്ന ദയനീയ അവസ്ഥ അവരിൽ പലരും ഇപ്പം ചോദ്യചിഹ്നമാക്കിയിട്ടുണ്ട്. ആ വിധത്തിൽ കോൺഗ്രസ്സിന് പോയിരുന്ന കുറേ വോട്ടുകൾ കൂടി, അതായത് മുസ്ലിം വോട്ടുകൾ എത്രത്തോളം കൂടുതൽ കോൺഗ്രസ് പിടിക്കുന്നോ അതിനനുസരിച്ച് ആ രീതിയിൽ കോൺഗ്രസ്സിൽ നിന്ന് ഹിന്ദു വോട്ടുകൾ മാറാനും സാധ്യതയുണ്ട്. അത് മാറിയാൽ കൂടുതൽ കിട്ടുന്നത് ശോഭയ്ക്ക് തന്നെയായിരിക്കും. അതാണ് അവിടെ ആ ടൈറ്റ് ഫൈറ്റിനിടയിൽ ശോഭയ്ക്ക് പ്രത്യാശ കൊടുക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ്റെ വിജയത്തിന് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ആ മണ്ഡലത്തിൽ നടക്കുന്ന പോളറൈസേഷൻ തീർച്ചയായിട്ടും മുസ്ലിം പോളറൈസേഷനിലേക്ക് പോകുമ്പോൾ ഗുണം കൂടുതൽ വരുന്നത് ശോഭാ സുരേന്ദ്രൻ തന്നെയായിരിക്കും. അത് CPM-ൻ്റെ കുറേ ഹിന്ദു വോട്ടുകളും കോൺഗ്രസ്സിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പിടിച്ച വലിയ തോതിലുള്ളൊരു ഹിന്ദു വോട്ടും തിരിച്ച് BJP-യിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. പിന്നെ എപ്പോഴും പാലക്കാട്ട് വരുന്ന പ്രശ്നം BJP-ക്ക് അകത്ത് നടക്കുന്ന പല വടംവലികളാണ്. അത് ശോഭാ സുരേന്ദ്രൻ വരുമ്പോൾ ഒരു പരിധി വരെ കുറഞ്ഞു കിട്ടാൻ സാധ്യതയുണ്ട്. കൃഷ്ണകുമാറിനൊക്കെ പറ്റുന്ന പ്രശ്നം, കൃഷ്ണകുമാറും ഭാര്യയും ഒക്കെ ആയിട്ടുള്ള ചില പ്രശ്നങ്ങൾ അവിടെ ആ മണ്ഡലത്തിൽ നിലനിന്നത് അദ്ദേഹത്തിന് ദോഷം വന്നു കഴിഞ്ഞോണം. അത് എന്തായാലും ശോഭാ സുരേന്ദ്രന് വരാൻ സാധ്യതയില്ല. അവരെ BJP-യുടെ ഏകകണ്ഠ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയാൽ BJP വോട്ടുകൾ തന്നെ ഫോക്കസ് ചെയ്ത് അവിടെ ശോഭയ്ക്ക് വീഴുന്നത് തന്നെ വലിയൊരു ഗുണമാണ്. അത് ആ BJP-യുടെ വോട്ടുകൾ പലതും കഴിഞ്ഞ തവണ രാഹുൽ മാങ്കൂട്ടത്തിന് പോയിട്ടുണ്ടോ എന്ന് സംശയിക്കുകയല്ല, അത് ഏതാണ്ടൊരു സത്യവുമാണ് എന്നുള്ളതാണ്. അതൊക്കെ തിരിച്ച് ശോഭയ്ക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അത് വരുമ്പോൾ പിഷാരടി അല്പം പരുങ്ങലിലാവും എന്നുള്ളതാണ് കാണുന്നത്. ഇപ്പോഴത്തെ പിക്ചർ എങ്ങനെ? ഇപ്പം ഈ രാഹുൽ മാങ്കൂട്ടം ജയിച്ചു കഴിഞ്ഞപ്പോഴേ ആഹ്ലാദ പ്രകടനത്തിന് മുന്നിൽ നിന്ന് SDPI-ക്കാരാണ്.
അവരുടെ വിജയമായിട്ടാണ് അവർ അത് ആഘോഷിച്ചത്. അതെ, അത് വളരെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളുടെ സൂചന നൽകുന്ന ഒരു ആഹ്ലാദ പ്രകടനമായിരുന്നു. അത് ഒരു ഫാക്റ്റാണ് ഞാനീ പറയുന്നത്, ഒരു ഫാക്റ്റാണ്. രണ്ട്, ഈ മകൻ ചത്താലും സാരമില്ല, മരുമോടെ കണ്ണുനീര് കാണണമെന്ന് വിചാരിച്ചിരിക്കുന്ന കുറേ ആളുകൾ ഇന്നും ബി ജെ പിയിലുണ്ട്. അത് ബി ജെ പിയുടെ ഒരു ഗതികേടാണ്. അതാണ് പാലക്കാട് ശരിക്കും സംഭവിച്ചത്. പാലക്കാട് മാത്രമല്ല, റിയൽ വോട്ടുകൾ പോലും അവിടെ പോൾ ചെയ്യാനായിട്ട് കഴിഞ്ഞ തവണ കഴിഞ്ഞില്ല. അതാണ് രാഹുൽ മങ്കോട്ടത്തിന് അത്രയും ഭൂരിപക്ഷം കിട്ടിയത്. അത് ഈ കൃഷ്ണകുമാറിൻ്റെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്ന ചില തർക്കങ്ങളും പ്രശ്നങ്ങളും അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വവും പിന്നെ ഈ വാര്യർ പോയതും ഇങ്ങനെയുള്ള ഒരുപാട് ഘടകങ്ങളൊന്നും അവിടെ ഉണ്ട്. അതെല്ലാം ഒരു ഇമേജിന് ദോഷം വരുന്ന, ബി ജെ പി കാൻഡിഡേറ്റിൻ്റെ ഇമേജിന് ദോഷം വരുന്ന സന്ദീപ് വാര്യരുടെ ഒരു മാറ്റമൊക്കെ ഒന്നുണ്ടായല്ലോ. അതുൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പലതായിരുന്നു ആ കാലഘട്ടത്തിൽ ബി ജെ പിയെ ബാധിച്ചിരുന്നത്. അത് ഒരുപക്ഷെ ശോഭാ സുരേന്ദ്രന് അത് എല്ലാം മാറ്റിക്കൊണ്ട് ആ കേഡറിനെ ഒന്നിപ്പിച്ച് നിർത്താൻ അവർക്ക് കഴിയും. കാരണം അവർക്ക് അങ്ങനെയൊരു പ്രവർത്തന ശൈലി വളരെ വശമുള്ള ഒരാളാണ്. അപ്പോൾ എന്തായാലും ശരി, പാലക്കാട് ശോഭാ സുരേന്ദ്രൻ ജയിക്കാനുള്ള സാധ്യതയാണ് സാർ കാണുന്നത്. ഞാൻ കാണുന്നത് അങ്ങനെ. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഈ പറഞ്ഞ പോലെ കമ്മ്യൂണൽ പോളറൈസേഷൻ എങ്ങനെ വന്നാലും അതിനെ അതിജീവിച്ച് ശോഭയ്ക്ക് ജയിക്കാൻ പറ്റും. കമ്മ്യൂണൽ പോളറൈസേഷൻ പ്രകടമാക്കി വരികയും അത് ബി ജെ പി പ്രവർത്തകർ അത് അണികളിലേക്ക് പോയിൻ്റ് ഔട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ, വോട്ടർമാരിലേക്ക് മാറ്റി സ്ഥാപിച്ചു കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ ഉണ്ടാകുന്ന പോളറൈസേഷന് ശക്തമായ പോളറൈസേഷൻ ഇപ്പുറത്തും വരും. അത് CPM-ലെയും കോൺഗ്രസിലെയും വോട്ടുകൾക്ക് ചോർച്ച വരുത്തും. അത് ബി ജെ പിക്ക് ഗുണകരമാവും. അതിനകത്ത് വേറൊരു വശവും കൂടെ സാർ. അതിനകത്ത് ഈ ഇലക്ഷൻ്റെ ദിവസം ബി ജെ പിക്ക് പറ്റുന്ന വലിയൊരു പാളിച്ച, ഈ മുസ്ലിം വോട്ടുകൾ ആ സ്ഥലത്തുള്ള ആളുകൾ മുഴുവൻ അവരൊന്ന് വോട്ട് ചെയ്യും. അതിന് തർക്കമില്ല. പോളിംഗ് ബൂത്തിൽ പോകാത്ത ഹിന്ദുക്കളാണ്. അവർ ശോഭാ സുരേന്ദ്രൻ ജയിക്കും കൊണ്ട് വീട്ടിലിരിക്കുന്നവരുണ്ട്, പിന്നെ ആലസ്യം കൊണ്ട് വീട്ടിലിരിക്കുന്നുണ്ട്. ഇങ്ങനെ പല ഘട്ടങ്ങളിലുണ്ട്. ഈ വോട്ടുകൾ ബി ജെ പിക്ക് കിട്ടാൻ സാധ്യതയുള്ള വോട്ടുകൾ പരമാവധി ബൂത്തിലെത്തിച്ച് അത് വോട്ടാക്കി മാറ്റാൻ ബി ജെ പിയുടെ മെഷീനറി കഴിയുമോ എന്നുള്ളതും പ്രസക്തമായൊരു ചോദ്യമാണ്. അതിനെ അതിജീവിക്കാൻ കഴിയുകയാണെങ്കിൽ സാറ് സൂചിപ്പിച്ച പോലെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ ഇനി. അതിനിടയിൽ ഈ പിന്നെ ഒരു വിജയം ഭരിക്കാൻ തീർച്ചയായിട്ടും പ്രചാരണത്തിന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു 10-12 ദിവസമേ ഉള്ളൂ ശരിക്കും. അപ്പോൾ ഇനിയും നമുക്ക് അതിനുള്ളൊരു ടൈമുണ്ട്. എന്തായാലും നമ്മുടെ ഒരു കണക്കൂട്ടലിൽ ബി ജെ പിക്ക് ജയിക്കാൻ സാധ്യതയുള്ള പ്രധാന മണ്ഡലങ്ങളിലൊന്ന് ശോഭാ സുരേന്ദ്രൻ പാലക്കാട് തന്നെയാണ്. ശോഭയോടെ ജയിക്കുമെന്നാണ് ഇപ്പോഴത്തെ പ്രതീക്ഷ. ഓക്കെ, നന്ദി സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.